സുന്ദരന്മാരായിട്ട് ഇരിക്കുന്നത്. എന്താ ഇവിടെ മഴയില്ലായിരുന്നു? സുന്ദരന്മാർ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവിടെ ഇരിക്കുന്നവർക്ക് എൻ്റെ കൂടെ വന്ന ബോസ്, പിന്നെ ഞാൻ. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം കുറച്ചധികം സന്തോഷങ്ങളുണ്ട്. ഒന്ന്, ഇത്രയധികം സുന്ദരി കുട്ടികളെ കാണാനായിട്ട് ഒരവസരം ലഭിക്കുന്നു. പുതിയ വിദ്യാഭ്യാസ കാലഘട്ടം ആരംഭിക്കുകയാണ്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസ അറിയിക്കാനായിട്ട് അവസരം ലഭിക്കുന്നു. കഴിഞ്ഞ വർഷം SSLCക്ക് A+ നൽകിയ എല്ലാ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്ന ഒരു ചടങ്ങ്, അതിന് അവസരം ലഭിക്കുന്നു. ഇതിന്റെ കൂടെ സ്കൂള് തുറന്നു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെറിയൊരു അവധി വരുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കട്ട് ചെയ്യാതെ സിനിമ കാണാനായിട്ടൊരു അവസരം ഉണ്ടാകുമ്പോൾ ഗർ എന്നുള്ളൊരു സിനിമ 14-ാം തീയതി റിലീസാവുകയാണ്. അതിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള അവസരം ലഭിക്കുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ ഉള്ള ഒരു ദിവസം കൂടിയാണ്. ഇവിടെ JK ഉണ്ട്, നമ്മുടെ ബീനാനുണ്ട്, ഞങ്ങളുടെ പ്രിൻസിപ്പളുണ്ട്, വൈസ് പ്രിൻസിപ്പളുണ്ട്, ടീച്ചേഴ്സുണ്ട്, മീഡിയ പേഴ്സൺസ് ഉണ്ട്. ഇങ്ങനെ എല്ലാവരും ജൂൺ 14-ാം തീയതി നാളെ പെട്ടെന്നുള്ളതായിട്ട് ക്ലാസ്സിലും കാര്യങ്ങളൊക്കെ പോയി ജോലിക്ക് പോയി. ജൂൺ 14-ാം തീയതി ഗർ റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിൽ ചെന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അതിലൊരു ചെറിയൊരു പുസ്തകം, സാധാരണ പഠിക്കാനുള്ള പുസ്തകമാണ് നൽകുന്നത്. ഇത് പക്ഷേ ചെറിയൊരു കഥാപുസ്തകം കൂടെ, ഗറിൻ്റെ ഒരു കഥാപുസ്തകത്തിന്റെ പ്രകാശനം കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് ഗർ എന്ന സിനിമയുടെ ഒരു ചെറിയൊരു ആനിമേറ്റഡ് ഒരു കോമിക് പുസ്തകം ഇത് വായിച്ചു. ഇന്ന് നൽകാൻ ക്ലാസ് പഠിക്കാൻ അത് കഴിഞ്ഞ വർഷം നന്നായിട്ട് പഠിക്കും. കാരണം വിജയം എന്ന് പറയുന്നത് പരാജയത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. നമ്മളെപ്പോഴാണ് പരാജയപ്പെടുന്നത് ചിന്തിക്കും. ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ ഒരു പരാജയമായിട്ട് മാറുന്നത്. ആ വീഴ്ച ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കാതിരിക്കുമ്പോഴാണ് അത് പരാജയമായിട്ട് മാറുന്നത്. ജീവിതത്തിൽ അങ്ങനെ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുക. ആ ശ്രമങ്ങൾ നിങ്ങളുടെ വിജയത്തിലേക്ക് നയിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിട്ട് ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരിക്കലും ഒരു 10th അല്ലെങ്കിൽ +2 വിജയം എന്ന് പറയുന്നത് ജീവിതത്തിലെ വിജയമായിട്ട് മാറുന്നില്ല. പക്ഷേ ഈ 100% വിജയം നിങ്ങളുടെ ജീവിതത്തിലെ 110% വിജയമായിട്ട് മാറുവാനായിട്ട് നിങ്ങൾക്കുള്ള പ്രോത്സാഹനമായിരിക്കും ബേസ് പ്ലാറ്റ്ഫോം നൽകുന്ന ഒരു സമയമാണ് പഠന സമയം അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. 100% വിജയം നിങ്ങളുടെ ജീവിതത്തിൽ 110% വിജയമായിട്ട് മാറുവാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഈ വേദിയിൽ വരാനായിട്ട് അവസരം തന്നെ നിങ്ങളുടെ എല്ലാവരും, പ്രത്യേകിച്ച് സെൻറ് ജോസഫ് സ്കൂളിലെ ഭാരവാഹികളോടും മാതൃഭൂമി മീഡിയയോടും എല്ലാവരോടും സ്വന്തമായിട്ട് മീഡിയ പേഴ്സൺസിനും നിങ്ങളുടെ എല്ലാവരുടെ നന്ദി അറിയിക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു എൻ്റെ വക ചെറിയൊരു കുഞ്ഞു സമ്മാനങ്ങൾ കൊടുത്ത് സുന്ദരി കുട്ടികൾക്ക് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു. ഒന്നുമല്ല, ടീച്ചർമാർ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് ചെറിയ ഒരു മുഖം കൂടിയുണ്ട്. പക്ഷേ നിങ്ങളുടെ പേര് എന്തൊക്കെയാണ്, സബ്ജക്ട് എന്തൊക്കെയാണെന്ന് എഴുതിയിട്ട് വേണ്ടി പ്രിൻസിപ്പൾ തരുന്നുണ്ട്. നമ്മൾ മ്യൂസിക് ഓഫീസ് നമ്മൾ പൊടിയില്ല. അതുകൊണ്ട് പോലെ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടിട്ട് കഴിയുന്നു. ഒരുപാട് സന്തോഷം മുഖങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നതിനും നല്ല സിനിമകളിലൂടെ നിങ്ങളുടെ സന്തോഷങ്ങൾ കുറച്ചുകൂടെ ഇരട്ടിയാക്കാനായിട്ട് സാധിക്കുന്ന സിനിമകളുടെ ഭാഗമാകാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. വീട്ടിൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വിദ്യാഭ്യാസ കാലഘട്ടം ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമായിട്ട് മാറുവാനായിട്ട് ശ്രദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മഴക്കാലമൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ മഴ നനയാതെ, പനി പിടിക്കാതെ, ക്ലാസ്സുകൾ കട്ട് ചെയ്യാതെ, ക്ലാസ്സുകൾ നന്നായിട്ട് പഠിക്കുക. എനിക്ക് സമയം കിട്ടുമ്പോൾ നല്ല സിനിമകളൊക്കെ വരുമ്പോൾ ക്ലാസ്സുകൾ സിനിമ കാണാൻ പോകുക. നന്നായിട്ട് പഠിക്കുക. പഠിത്തം കഴിഞ്ഞിട്ടുള്ള കളികൾ മതി. പക്ഷേ കളി എന്തായാലും വേണം. കളിച്ച് പഠിക്കുക, പഠിച്ച് കളിക്കുക. ജീവിതത്തിൽ ഏറ്റവും നല്ല വിജയികളായിട്ട് നിങ്ങളെ മാറുവാനായിട്ട് ഈശ്വരൻ ആഗ്രഹിക്കട്ടെ. വിദ്യാഭ്യാസം
എല്ലാ ശക്തിയും തരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഹാവ് എ വെരി ഗുഡ് ഡേ, ഗുഡ് ലൈഫ്, ഗുഡ് ഫ്യൂച്ചർ. താങ്ക് യു. ജയ് ഹിന്ദ്.